ആ ഒരു പ്യുവർ ടെസ സിൽക്കിന്റെ ആ ഒരു ഫീലിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇന്ന് വരുന്നത്. ഫസ്റ്റ് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ ലാവൻഡർ ആണ്. സാരിയുടെ ബേസ് കളർ വരുന്നത് ലാവൻഡർ ആണ്. അതിൽ നല്ലൊരു മൾട്ടി കളറിൽ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും സാരിയുടെ അപ്പറും ലോവറും ആ ഒരു പാറ്റേൺ വരുന്നത്. സെന്റർ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. അത് കൂടാതെ ഒരു ത്രെഡ് വുവൻ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത് രണ്ട് സൈഡിലും. വളരെ എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ്. വളരെ കംഫർട്ടബിൾ ആണ് മെറ്റീരിയൽ. ലൈറ്റ് വെയിറ്റ് ഫാബ്രിക് ആണ്. നോൺ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ആണ് സാരി വരുന്നത്. ഒരു പ്യുവർ ദേശി ടെസറിന്റെ ആ ഒരു ലുക്കും ഫീലും ആണ് സാരി വരുന്നത്. ഇത് വരുന്നത് സോഫ്റ്റ് സെമി ടെസ സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. ഒട്ടും അങ്ങനെ സ്റ്റിഫ്നെസ് ഇല്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. കംഫർട്ടായിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരും സാരി. ഫുള്ളി ഒരു പാറ്റേണാണ് വരുന്നത്. മിഡിൽ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ വന്നിട്ട് രണ്ട് സൈഡിലും ആ ഒരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് പ്ലസ് ആ ഒരു ത്രെഡ് വുവൻ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ. അതേ ആ ഒരു വുവൻ സ്റ്റൈലിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ ഒരു ബോർഡർ വരുന്നത്. ത്രെഡ് വീവിലാണ്. ഇതാണ് ആ ഒരു ബോർഡറിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. വുവൻ പാറ്റേണിലുള്ള ബോർഡറാണ് വരുന്നത്. നല്ലൊരു പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ. ഫ്ലോറൽ ഡിസൈൻസ് ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയായിരിക്കും അപ്പറും ലോവറും ബോർഡർ വന്നിട്ട് ത്രെഡ് വുവൻ സ്റ്റൈലിലുള്ള പല്ലു. ആ ബോർഡറിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് ഒരു വുവൻ ഡിസൈനിലുള്ള സാരിയുടെ മുന്താണി വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് സാരിക്ക്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. സെയിം ഡിസൈൻ ആൻഡ് സെയിം പാറ്റേൺ. ആ ഒരു കളർ പാലറ്റ് മാത്രം ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് വരുന്നത് പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ബേസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും വരിക. രണ്ട് സൈഡിലും വന്നിട്ട് സെന്റർ പൊസിഷൻ വരുമ്പോൾ പ്ലെയിനിലായിരിക്കും വരുന്നത്. ഒരു ത്രെഡ് വുവൻ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ. അതേ വുവൻ ഡിസൈനിൽ തന്നെയുള്ള ഷോർട്ട് പല്ലു. ഫ്ലോറൽ പാറ്റേണിലാണ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി നല്ലൊരു പേസ്റ്റൽ കളറാണ്. ഇതൊരു മിൻ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. മിൻ ഗ്രീൻ ബോഡി വന്നിട്ട് സെയിം സ്റ്റൈലിൽ തന്നെ മൾട്ടി കളർ പാലറ്റിലായിരിക്കും. ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ത്രെഡ് വുവൻ സ്റ്റൈലുള്ള ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. മിഡിൽ ഏരിയ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അതേ സ്റ്റൈലിൽ തന്നെ വുവൻ പാറ്റേണിലുള്ള റണ്ണിങ് ബ്ലൗസ്, റണ്ണിങ് പല്ലു, ഫ്ലോറൽ പാറ്റേൺ ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ഷെയ്ഡാണ്. ഇതൊരു എക്സാക്ട് ഒരു കളർ പറയാനില്ല. ഇതൊരു ടിൻഡഡ് ലാവൻഡർ ബ്ലെൻഡഡ് ചിക്കു ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ചിക്കു ടോൺ വന്നിട്ടുണ്ട്. അതിലൊരു ലാവൻഡർ കൂടി വന്നിട്ടുണ്ട് സാരിയിൽ. സെയിം സ്റ്റൈൽ അതേ ഫ്ലോറൽ ഡിസൈൻസ്, ത്രെഡ് വുവൻ പാറ്റേണിലുള്ള ബോർഡർ. സോഫ്റ്റ് സെമി ടെസ സിൽക്ക് ആണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. വുവൻ സ്റ്റൈലിൽ തന്നെയായിരിക്കും. സിമ്പിൾ പല്ലു, ഫ്ലോറൽ പാറ്റേണിലാണ് വിത്ത് ബ്ലൗസ്. ലാവൻഡർ ടോൺ ആണ്. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം സെയിം തന്നെ. ഓൾമോസ്റ്റ് ലുക്ക് എല്ലാം സെയിം തന്നെയാണ്. ആ ഒരു പെറ്റൽസിന്റെ പാറ്റേണിലെല്ലാം ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഫ്ലോറൽ പാറ്റേണിൽ ത്രെഡ് വുവൻ സ്റ്റൈലിൽ തന്നെയായിരിക്കും ബോർഡർ വന്നിട്ട്. സെന്റർ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ, വുവൻ പല്ലു വിത്ത് ബ്ലൗസ്. സെയിം ഡിസൈൻ തന്നെ. പേസ്റ്റൽ ഗ്രീൻ ആണ്, മിൻ ഗ്രീൻ ആണ് സാരിയുടെ ബോഡി വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേണിൽ തന്നെയായിരിക്കും. ഡബിൾ സൈഡ് ബോർഡർ, ത്രെഡ് വീവിലുള്ള മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് സാരി നല്ലൊരു കളറാണ്. ഇതൊരു ചോക്ലേറ്റ് ഷേക്കിന്റെ ഒക്കെ ആ ഒരു ഷെയ്ഡിലാണ് സാരി വരുന്നത്. ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിന്റെ എല്ലാം കളർ ഉണ്ടല്ലോ, ആ ഒരു ടോണിലാണ് ബോഡി വരുന്നത്. മൾട്ടി കളർ തന്നെയായിരിക്കും. ഫ്ലോറൽ ഡിസൈൻസ്, ത്രെഡ് വുവൻ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ. മിഡിൽ ഏരിയ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് തന്നെ വന്നിട്ട് രണ്ട് സൈഡിലും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. വുവൻ പാറ്റേണിലാണ് സാരിയുടെ മുന്താണി, ബ്ലൗസ്. അടുത്ത കളർ ഇതുവരെ എല്ലാം നല്ല സോഫ്റ്റ് പേസ്റ്റൽ കളേഴ്സിലായിരുന്നു വന്നത്. ഇത് വന്നത് കുറച്ചുകൂടി ഒരു വൈബ്രന്റ് കളർ പാലറ്റിൽ നല്ലൊരു ഡീപ്പസ്റ്റ് മെറൂൺ ആണ് സാരിയുടെ ബോഡി വരുന്നത്. ബേസ് കളർ വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ. ഫ്ലോറൽ ഡിസൈൻസ്, ത്രെഡ് വുവൻ സ്റ്റൈലുള്ള ബോർഡർ വിത്ത് പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ ജെറ്റ് ബ്ലാക്ക് ആണ് സാരിയുടെ ബേസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ വരിക. ത്രെഡ് വുവൻ ബോർഡർ, വുവൻ പല്ലു, ബ്ലൗസ്. അടുത്ത സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്, പാറ്റേൺ മാറിയിട്ടുണ്ട്. ഹാൻഡ് വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. കൂടാതെ പേൾ വർക്കും വരുന്നുണ്ട് സാരിക്ക്. ഞാൻ ക്ലോസറിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം സാരി. ഓവറോൾ ലുക്കിംഗ് ഇത് വരും. ഈ ഒരു പോർഷൻ, ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് കണ്ടോ ഹാൻഡ് വർക്ക് തന്നെ. ഇത് നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ചെസ്റ്റ് പോർഷനിലായിരിക്കും വരുന്നത്. ഞാനിപ്പോൾ മുന്താണി ഇറക്കി ഇടുന്നതുകൊണ്ടാണ് ഇത് ഇവിടെ വന്നത്. അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു ഏരിയയിലായിരിക്കും ഈ ഒരു ഹാൻഡ് വർക്കിന്, ഈ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ഇവിടെ വരും. കൂടാതെ ക്രോഷ്യോ ലേസ് വർക്കിലായിരിക്കും സാരിയുടെ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്, ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. നല്ലൊരു ഓഫ് വൈറ്റ് ആണ് സാരിയുടെ കളർ. ഇതിന് തന്നെ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതായിരിക്കും ആ ഒരു എഡ്ജ് വരുന്നത്. ക്രോഷ്യോ ലേസ് വർക്ക് വന്നിട്ട് സിൽക്കി കോട്ട ഫാബ്രിക്. ബോഡിയിൽ ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടായിരിക്കും ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. കൂടാതെ
ഈ ഒരു പോർഷൻ ചെസ്റ്റ് പോർഷനിൽ കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഇതായിരിക്കും ഒരു ലുക്ക് വരുന്നത്. മുന്താണി നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. മുന്താണിയിലും അതേ ഹാൻഡ് വർക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അതിൻ്റെ മിഡിലിൽ വരുമ്പോൾ പേൾ വർക്കാണ്, നല്ല തിക്കായിട്ടുള്ള പേൾ വർക്കിലായിരിക്കും. ഒരു റൈസ് പേൾ വെച്ചിട്ടുള്ള ഒരു വർക്കിലാണ് ഈ ഒരു ഏരിയ വരിക. കൂടാതെ സെയിം ടോണിൽ തന്നെയുള്ള സ്വീക്വൻസ് വർക്കും കട്ട് ബീഡ്സും വെച്ചിട്ടുണ്ട്. ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ചിട്ടായിരിക്കും ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്നത്. വീണ്ടും അതേ പാറ്റേണിൽ തന്നെ നെക്സ്റ്റ് ഫ്ലോറൽ ഡിസൈൻസിന് മിഡിലിൽ വരുമ്പം പേൾ വർക്കാണ് വരുന്നത്. ആ ഒരു മസ്റ്റേർഡ് യെല്ലോ ടോണിലായിരിക്കും സ്വീക്വൻസ് വർക്ക് വരിക. എഗെയിൻ ഗ്രേയിലാണ് സ്വീക്വൻസ് വർക്ക് വന്നിട്ട് വീണ്ടും പേൾ വർക്കിൽ തന്നെയായിരിക്കും വരിക. സ്റ്റെമ്മും ലീഫും വരുമ്പം ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ചിട്ടായിരിക്കും വരുന്നത് ഹാൻഡ് വർക്ക്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും. കാരണം ചെസ്റ്റ് പൊസിഷനിലും ആ ഒരു പ്ലീറ്റ്സിലും മുന്താനിയുടെ കോർണറിലെല്ലാം ഇതേ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് തന്നെയായിരിക്കും വരുന്നത്. വിത്ത് ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട് വിത്ത് ക്രോഷ്യോ ലേസ് വർക്ക്. സെയിം സാരി തന്നെ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ് ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. ഫുൾ ബോഡിയിലും ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും, മൾട്ടി കളറിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ പേൾ വർക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈനിന്റെ കളർ ഏതാണോ ആ കളറിൽ തന്നെയായിരിക്കും സ്വീക്വൻസ് വർക്കും കട്ട് ബീഡ്സും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ്. ആ ഒരു പേസ്റ്റൽ ബേബി പിങ്കിലായിരിക്കും ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നത് എഡ്ജിൽ വരുമ്പോൾ. ആ ഒരു ചെസ്റ്റ് പോർഷനിലും സെയിം അതേ മോട്ടീവ്സ് വരുന്നുണ്ട് വിത്ത് റണ്ണിങ് ബ്ലൗസ്. അക്വാ ഗ്രീൻ ആണ്, ഓഷ്യൻ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ ബോഡി ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വിത്ത് ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നത് ആ ഒരു ഓഷ്യൻ ഗ്രീനിൽ തന്നെ ആയിരിക്കും. ഇതിന്റെ പാറ്റേൺ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഒരു ഓഫ് പേൾ ക്രീമിലുള്ള പേൾ വർക്ക് വരുന്നുണ്ട്. ബേബി പിങ്ക്, അക്വാ ഗ്രീൻ, മസ്റ്റേർഡ് യെല്ലോ ഈ ഒരു ടോണിലായിരിക്കും. ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ചിട്ടായിരിക്കും ആ ഒരു ലീഫും സ്റ്റെമ്മും വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വരുമ്പോൾ ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും വരിക വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ യെല്ലോ ആണ്. ഒരു സാൻഡൽ കളറും പേസ്റ്റൽ യെല്ലോയും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെയാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഇതിന്റെ ഫ്ലോറൽ ഡിസൈൻസിലും അതേ പേൾ വർക്കും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ക്ലോസർ വരും. എല്ലാ സാരിയും സെയിം ഡിസൈൻ തന്നെയാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ആ ഒരു സാരിയുടെ കളർ ഏതാണോ ആ കളറിൽ തന്നെയായിരിക്കും ക്രോഷ്യോ ലേസ് വർക്ക് വരിക എഡ്ജിൽ വരുമ്പോൾ. മുന്താണിയും ചെസ്റ്റ് പോർഷൻ എല്ലാം സെയിം സ്റ്റൈൽ വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിലും ആ ബോഡിയിൽ വരുന്ന ഒരു മോട്ടീവ്സ് ഉണ്ടല്ലോ, ഈ ഒരു മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ കളർ വരുന്നത്. പീച്ചിലും സെയിം സ്റ്റൈലിൽ തന്നെ പീച്ച് ടോണിലായിരിക്കും ക്രോഷ്യോ വർക്ക് വരിക. മുന്താണി വരുമ്പം ക്ലോസറിൽ ഈ ഒരു ലുക്കിലായിരിക്കും വരിക. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് എല്ലാ സാരിയുടെ ഫാബ്രിക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം ഇതേ ഈ ഒരു പാറ്റേണുള്ള ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും.